ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം. സോൾഫുൾ ലാൻഡ്സ്കേപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു ഡ്രോയിങ് ടാബ്ലറ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ പടം വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ ഒരു പേനയൊക്കെ ഉണ്ട് സംഭവം. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു സംഭവത്തെക്കുറിച്ചൊരു വീഡിയോ, എഡിറ്റിംഗ് കൺസോളിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പം ഞാൻ ചോദിച്ചായിരുന്നു ഇതിനെക്കുറിച്ച് കാണുന്നു. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞായിരുന്നു, ഒരുപാടൊന്നുമില്ല, നമുക്ക് ആ ഒരു 100-300 പേര് നമ്മുടെ വീഡിയോ കാണുന്നില്ല. അപ്പോൾ വീഡിയോ കാണുന്ന 300 പേരിൽ ഒരു 15 പേര് പറഞ്ഞായിരുന്നു ഇതിനെക്കുറിച്ച് ഒരു സംഭവം ചെയ്യണം, അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ. അപ്പം ഞാനിന്ന് വളരെ സിമ്പിളായിട്ട് ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ലൈറ്റ് റൂം ഇൻറ്റഗ്രേഷൻ എങ്ങനെയുണ്ട്, ഡാവിഞ്ചി റിസോൾവ് ഞാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എങ്ങനെയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. സോ വിത്തൗട്ട് ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഇത് ഒരു ആക്ച്വലി ഒരു ജനറിക് ബ്രാൻഡാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ചൈനീസ് സംഭവമാണ് ഈ ഒരു സംഭവം. ഇത് HUION HUION എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു സംഭവമാണ്. ഇത് അവരുടെ ഇതിന് ഏകദേശം ഒരു $100 റേറ്റ് വരും. നമ്മുടെ നാട്ടിലൊരു 4000-5000 രൂപയോളം റേറ്റ് വരുന്ന സാധനമാണ്. പക്ഷേ ഇതിൻ്റെ നമ്മുടെ OG അല്ലെങ്കിൽ എന്താ പറയുക, ഗോട്ട് എന്നൊക്കെ പറയല്ലേ, അപ്പോൾ അങ്ങനത്തെ ഒരു ടോപ്പ് എൻ്റെ സാധനമുണ്ട്. വാക്കോം എന്നുള്ള കമ്പനിയുടെ. വാക്കോമിൻ്റെയാണ് ഏറ്റവും ടോപ്പ് എൻ്റെ ആൾക്കാർ ഉപയോഗിക്കുന്നത്. അത് പ്രൊഫഷണലി ടോപ്പ് നോച്ചാണ്. കാരണം അതിൻ്റെ ബിൽറ്റ് ക്വാളിറ്റി എത്ര സെറ്റപ്പാണ്, അതിൻ്റെ പ്രിസിഷൻ എത്ര സെറ്റപ്പാണ്, നമുക്കത് വയർലെസ് ആണ്, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാൻ നേരത്തെ നല്ല അടിപൊളി ബിൽറ്റൊക്കെയാണ്. പക്ഷേ ഇത് വളരെ എന്താ പറയുക, ഈ സാധനം ഞാൻ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇത് ഒടിഞ്ഞു പോകും. പക്ഷേ മുതലുള്ളൊരു സാധനമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വഴി പറയാം എങ്ങനെ സംഭവം എന്നുള്ളത്. അപ്പോൾ ഇതിനെ ഞാനൊന്ന് ആദ്യം പരിചയപ്പെടുത്താം. അത് ഞാൻ അൺപ്ലഗ് ചെയ്തേക്കാം. സോ ഇത് നിങ്ങൾക്കിപ്പോൾ കാണാമല്ലോ ഏകദേശം. അപ്പോൾ ഇതിന് ഇവിടെ കുറേ ബട്ടൺസ് ഉണ്ട്. 1 2 3 4 5 10 ബട്ടൺസ് ഉണ്ട്. നമുക്കത് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ സോഫ്റ്റ്വെയർ, നമ്മുടെ ലൈറ്റ് റൂം ഉപയോഗിക്കുന്നെങ്കിൽ നമ്മുടെ ഷോർട്ട് കട്ട്സ് നമുക്ക് അസൈൻ ചെയ്യാം. ഇനി നമ്മുടെ ഡാമേജ് റിസോൾവ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് അസൈൻ ചെയ്യാം. പ്രീമിയർ പ്രോ ആണെങ്കിൽ നിങ്ങൾക്ക് അത് അസൈൻ ചെയ്യാം. അപ്പോൾ നമുക്ക് അറിയാമല്ലോ, കൺട്രോളർ, കമാൻഡ്, ബാക്ക് സ്പേസ്, അൺഡു, റീഡു, അങ്ങനെയുള്ള എന്ത് കാര്യം നമുക്ക് ഇതിനകത്ത് അസൈൻ ചെയ്യാം. പിന്നെ ഇവിടെ കുറച്ച് മൾട്ടിമീഡിയ ടച്ച് സംഭവങ്ങളുണ്ട്. അതായത് വോളിയം കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം, സൂം ചെയ്യാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലെ വോളിയം കൂട്ടാൻ, കുറയ്ക്കാൻ, മ്യൂട്ട് ഉണ്ട്, നെക്സ്റ്റ് ഉണ്ട്, പ്ലേ ഉണ്ട്, എന്നാൽ ഈ വിൻഡോസ് മിനിമൈസ് ചെയ്യുക, ഫുൾ സ്ക്രീൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിവേ ആസ് എ ഓൾ ഇറ്റ്സ് എ നൈസ് പാക്കേജ് ഫോർ 5,600 റുപ്പീസ്. ഇന്ത്യയിൽ എത്ര പൈസ എന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഈ ഒരു സംഭവം വളരെ ഇതാണ്, തീരെ മോശമല്ല, ലുക്കുണ്ട്. പക്ഷേ നമുക്കറിയാമല്ലോ, ഒരു ചൈനക്കാരെ കുറ്റം പറയുമല്ലെങ്കിലും പക്ഷേ ഒരുപാട് യൂട്യൂബിൽ റിവ്യൂസ് കണ്ടിട്ടാണ് ഞാനിത് ആക്ച്വലി വാങ്ങിച്ചത്. ഇതിൻ്റെ ഒരു സംഭവം ഞാൻ പറഞ്ഞാൽ, ഞാൻ UK നിന്ന് ആദ്യം ഇതിൻ്റെ ഒരു കട്ട ബ്ലൂ സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ നാൾ. പിന്നീട് എന്തോ കാരണം കൊണ്ട് ഞാനതങ്ങ് വിട്ടുപോയി. പക്ഷേ വീണ്ടും ഞാൻ വാങ്ങിച്ചു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഡാമേജ് റിസോൾവിലും ഇതിലും ലൈറ്റ് റൂമിലും ഫോട്ടോഷോപ്പിലും ഇത് വളരെയേറെ ഉപയോഗിക്കുന്നുണ്ട്. സോ നമുക്ക് ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ആക്ച്വലി ഇതിനൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. HUIOൻ്റെ സോഫ്റ്റ്വെയർ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഇതൊരു USB-C to A കേബിളാണ് അപ്പുറത്ത് വരുന്നത്. അപ്പോൾ അത് അവിടെ ഞാൻ ഇവിടെ ഒരു ഡോക്കിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് പേന ഒന്ന് പരിചയപ്പെടുത്തട്ടെ. ഇതാണ് അതിൻ്റെ പേന. സോ ഈ പേനയ്ക്ക് 2 ബട്ടൺ ഇവിടെയുണ്ട്. നമുക്കത് മൗസിൻ്റെ റൈറ്റ് ബട്ടണും ലെഫ്റ്റ് ബട്ടണും നമുക്ക് ഇഷ്ടമുള്ള അസൈൻ ചെയ്യാം. അതും സോഫ്റ്റ്വെയറിലാണ് ചെയ്യുന്നത്. പിന്നെ ഇത് പേന കുത്തി വെക്കാനുള്ളൊരു സാധനം ഉണ്ട്, കണ്ട. അപ്പോൾ ഇതിനകത്ത് നമുക്കിത് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു 3 3 3 6 8 9 പിന്നെങ്ങാണ്ടുണ്ട്. എൻ്റെ നിബ് മാറ്റാൻ പറ്റും. സോ ഇങ്ങനത്തെ സാധനം തേഞ്ഞു പോകും കുറച്ച് കഴിയുമ്പം. അപ്പം നമുക്കത് മാറ്റിയിടാം. അപ്പോൾ അതൊക്കെ നല്ലൊരു അഡീഷനാണ്. നമുക്ക് അധികം, അതാണ് ഞാൻ പറഞ്ഞത്, വാല്യൂ ഫോർ മണി സൂപ്പറാണ്. വലിയ സെറ്റപ്പ് ഒന്നും അല്ലെങ്കിൽ നമ്മൾ ചില കാറുകളെ കുറിച്ചൊക്കെ പറയുമല്ലേ, സാധനം കുഴപ്പമൊന്നുമില്ല, പക്ഷേ പൈസയ്ക്ക് ഉണ്ടെന്ന് പറയുന്ന പോലെ അതാണ് സംഭവം. ഇനി നമുക്ക് സോഫ്റ്റ്വെയർ നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ സോഫ്റ്റ്വെയർ. ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഇത്ര ഉള്ളൂ. നമുക്ക് ബട്ടൺസൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് അസൈൻ ചെയ്ത് കൊടുക്കുക ഇഷ്ടമുള്ള പോലെ. അതിവിടെ ഏതൊക്കെയാണെന്ന് കാണിക്കുന്നുണ്ട്. ഇത് സ്ക്രോൾ വീൽ, നമ്മുടെ മൗസിൻ്റെ സ്ക്രോൾ വീലിന് പകരം നമുക്ക് ഉപയോഗിക്കുക, ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡിജിറ്റൽ പെന്നിനൊരു ഇതുണ്ട്. ഇതിൻ്റെ പ്രഷർ സെൻസിറ്റിവിറ്റി നമുക്ക് കൂട്ടാം. 3 5 ഒക്കെ നോർമലി ഞാൻ ഇടാറുള്ളത്. പിന്നെ പ്രഷർ സെറ്റിങ്സ് ഉണ്ട്. അതായത് നമുക്ക് എങ്ങനെ ഇതിൻ്റെ പ്രഷർ സെറ്റിങ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാം. അത് വേണം അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാം. അത് പണിക്കൊന്നും പോകുന്നില്ല. ഇതെല്ലാം മാറി മറിഞ്ഞ് പോയി കഴിഞ്ഞാൽ എനിക്കതിനെക്കുറിച്ച് വലിയ പിടുത്തമില്ല. പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ മൗസ് മോഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നമുക്ക് മൗസിന് പകരം വളരെ ക്ലിയർ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണിത്. അപ്പോൾ അത് വളരെ നല്ലൊരു സെറ്റപ്പാണ്. നമുക്ക് മൗസിന് പകരം ശരിക്കും പറഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മൾ പെന്നിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ
മൗസ് മാറ്റി വെച്ചേക്കാം. പെന്നിൻ്റെ അടുത്തേക്ക് ടാബ്ലറ്റിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വർക്കിംഗ് ഏരിയ അസൈൻ ചെയ്യാം, ഡിപ്പെൻഡ് അപ്പോൺ ഹൗ ലാർജ് യുവർ സ്ക്രീൻ ഈസ്. കാരണം ഇത് ചെറുതല്ല, എനിക്കിതിൻ്റെ ചെറുതായിരുന്നു കുറച്ചുകൂടെ താല്പര്യം. പക്ഷേ വാട്ട് ടു സേ, ഇതിൻ്റെ അത്രയും നല്ല ഇത് ഈ ഒരു മോഡലിന് ചെറുത് കിട്ടാനില്ല. അപ്പോൾ ഇത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് പലപ്പോഴും വരയ്ക്കുമ്പോഴൊക്കെ നമ്മൾ കൈ ഇങ്ങനെ പോകേണ്ട ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്കിംഗ് ഏരിയ ഇപ്പം ഈ ഡിസ്പ്ലേയുടെയും അല്ലെങ്കിൽ ഓൾ ഡിസ്പ്ലേ കൊടുക്കണമെങ്കിൽ ഓൾ ഡിസ്പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ ഓൾ ഡിസ്പ്ലേ സെലക്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മണ്ടേ പോയി തിരിച്ചു വന്ന് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേ മാത്രം മതിയെങ്കിൽ അങ്ങനെ. ഇപ്പം ഞാൻ തൽക്കാലം ഒരു ഡിസ്പ്ലേ ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ പറഞ്ഞാൽ ഈ പെന്നിൻ്റെ ഇത് കൺട്രോൾ ചെയ്യാം. ടാബ്ലറ്റിൻ്റെ വർക്കിംഗ് ഏരിയ നമുക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇത്ര ഇട്ടിരിക്കുന്നതെങ്കിൽ നമ്മളുടെ എൻ്റയർ മൂവ്മെൻറ്റ് ഇവിടം വരെ ഒന്നും പോകണ്ട, നമുക്ക് അവിടം വരെ പോയാൽ മതി. അതൊക്കെ നല്ലൊരു കാര്യമാണ്. ഞാൻ നോർമലി എനിക്ക് തോന്നുന്ന പോലെ ഇടും, ചില ദിവസം കൈ കഴിക്കുമ്പോൾ അങ്ങനെ ഇടും. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഈ പർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ളൊരു സംഭവം. ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ കാര്യം ഒന്ന് മാറ്റി വെച്ച് നമുക്കിതിൻ്റെ ഒരു ഉപകാരത്തെക്കുറിച്ച് പറയാം. അതായത് ഇതിൻ്റെ ഒരു ഉപകാരം, ഒരു പ്രധാനപ്പെട്ട ഉപകാരം, നിങ്ങൾ ഒരുപാട് എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ 2 അസുഖങ്ങളിലൊന്നാണ് കാർപ്പൽ ടണൽ എന്നുള്ള സംഭവം. അപ്പോൾ അത് നമ്മളുടെ റിസ്റ്റിന് എപ്പോഴും പെയിൻ വരും. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കൂട്ടൊരു മൗസ് ഉപയോഗിക്കുന്നെങ്കിൽ നമ്മുടെ കൈയുടെ നാച്ചുറൽ പൊസിഷൻ ഇതാണല്ലോ. അപ്പോൾ നമ്മളത് ഏകദേശം ഈ പൊസിഷനിൽ തന്നെ പിടിച്ച് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഏകദേശം, നോട്ട് പെർഫെക്റ്റ്ലി. അപ്പോഴും നമുക്കൊരു ചെറിയ ചെരിവുണ്ട്. ഇനി നമ്മൾ ഇതുപോലത്തെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ബട്ട് സ്റ്റിൽ നമ്മുടെ കൈ ഇങ്ങനെയായിരിക്കും. ആൻഡ് റിപ്പീറ്റഡ്ലി ഈ ഒരു മോഷൻ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കൈക്ക് ഇവിടെ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. എനിക്ക് ഇങ്ങനത്തെ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫിംഗറിൻ്റെ ജോയിൻറ്റിന് ആ പെയിൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് പേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ മാക്സിമം നമ്മളാരും ഇങ്ങനെ ഇട്ട് വരയ്ക്കില്ലല്ലോ. നമ്മൾ എഴുതുമ്പോൾ നമ്മൾ മാക്സിമം കൈ നേരെയാണ്. രണ്ടാമത്തെ കാര്യം വെച്ചാൽ നമുക്ക് വർഷങ്ങളായിട്ടുള്ള റൈറ്റിംഗ് എഴുതുന്നതിൻ്റെ ഒരു മസിൽ മെമ്മറി ഉണ്ട്. സോ നമ്മളത് യൂസ് ടു ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര സ്ട്രെയിൻ വരുന്നില്ല. പിന്നെ മൗസിൻ്റെ പോലെ അങ്ങനെയുള്ള ക്ലിക്കിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല. മൗസ് നമ്മൾ പലപ്പോഴും അൺനെസസറി ആയിട്ട് ഈ ഫിംഗറിന് സ്ട്രെയിൻ കൊടുക്കും, നമ്മൾ ഞെക്കി ബ്രഷൊക്കെ വരയ്ക്കും. പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല, നമ്മൾ മൊത്തത്തിൽ ഹാൻഡ് കൊണ്ടാണ് പരിപാടി നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയൊരു യൂസ് കേസ്, ഒരു ഹെൽത്ത് വൈസിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കുള്ളൊരു ബെനിഫിറ്റാണ്. ഇനി നമുക്ക് എഡിറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ, ലൈറ്റ് റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ, എൻ്റെ ഒരു എഡിറ്റിംഗ് വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഒരു കൺസോളും ഇതും കൂടെ ഉള്ള ഒരു സംഭവം ഇവിടെ കീബോർഡ് ഉണ്ടാവും. വളരെ റെയറായിട്ട് അങ്ങനെ വരുമ്പോൾ ഞാൻ മൗസ് ഇങ്ങനെ മാറ്റി വെച്ചേക്കും. എന്തെങ്കിലും കാരണവശാൽ ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സൂം ചെയ്യണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. പക്ഷേ ഞാനിത് ഉപയോഗിക്കാറില്ല. കാരണം എനിക്കിവിടെ നല്ലൊരു സൂം വീലുണ്ട്. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അസൈൻ ചെയ്തിട്ട് ഇത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. സോ മെയിൻ കാര്യം ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബ്രഷ് ടൂൾ ഉപയോഗിക്കുമ്പോഴുള്ള ഉപകാരമാണ്. നമുക്ക് മൗസ് വെച്ച് പ്രിസിഷൻ, നിങ്ങൾ പുലികളുണ്ടെന്ന് എനിക്കറിയാം, ബട്ട് സ്റ്റിൽ നമുക്ക് ഇത് വെച്ച് കിട്ടുന്ന ആ ഒരു പ്രിസിഷൻ, ആക്യുറസി, ആ ഒരു സംഭവം നമുക്ക് മൗസ് വെച്ച് കിട്ടില്ല. ഇത് നമുക്ക് ഉപയോഗിക്കുമ്പം നമുക്ക് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പെൻസിൽ വെച്ച് പേപ്പറെ വരയ്ക്കുന്ന അതേ ഒരു ഫീലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഒഴുക്കും ആ ഒരു ഫീലും അതുപോലെ തന്നെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. അതായത് ഞാനിപ്പം ഈ ഒരു പടം എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു ബ്രഷ് ടൂൾ എടുക്കാമെന്ന് വിചാരിച്ചു. ബ്രഷ് ടൂൾ എടുത്തിട്ട് ഞാൻ ഈ ബ്രഷ് ടൂളിൻ്റെ സൈസൊക്കെ ഇങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നമുക്കതെല്ലാം സാധാരണ മൗസ് ഉപയോഗിക്കുന്നത് തന്നെ ഉപയോഗിക്കാം. എവിടേക്കോ ചില പ്രശ്നങ്ങളുണ്ട്. അത് ഈ നമ്മുടെ ചൈനീസ് ടെക്നോളജിയുടെ ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, ഞാനിവിടെ സൂമിൻ ചെയ്ത് സൈസ് കുറച്ചുകൂടി ഒന്ന് കുറച്ച് നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ആ ഒരു സെലക്ഷൻ കൊടുക്കാൻ, ഇതിപ്പോൾ ടെമ്പറേച്ചർ ഞാൻ നിങ്ങളെ കാണിക്കാണ്ട് കൂട്ടിയിട്ടേക്കാണ്. അത് വളരെ ക്ലിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റപ്പായിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഇതിൻ്റെ അകത്തെ ഏറ്റവും വലിയ സംഭവം. അതായത് നമുക്ക് ഒരു ഏരിയ കൂടെയൊക്കെ വളരെ കൃത്യം കൊടുക്കാം. കണ്ട, നമുക്കൊരു ഏരിയയിൽ അത് ഞാൻ കൂടുതൽ പറയണ്ടല്ലോ, നിങ്ങൾക്കത് മനസ്സിലായല്ലോ. അത് വളരെ യൂസ്ഫുൾ ആണ്. ഫോട്ടോഷോപ്പിലേക്ക് പോയാലും അതുപോലെ തന്നെ. പിന്നെ രണ്ടാമത്തെ കാര്യം, നമുക്ക് ഒരുപാട് ഷോർട്ട് കട്ട്സ് ഈ സൈഡിലുണ്ട്. അത് വളരെ യൂസ്, നിങ്ങൾ ഉപയോഗിക്കുമെങ്കിൽ, ഇപ്പോൾ ഈ ഒരു കൺസോൾ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഉപയോഗിക്കില്ല. പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുമെങ്കിൽ ഈ ഷോർട്ട് കട്ട് ബട്ടൺസ് വളരെ സ്പേസൊക്കെ നിങ്ങൾ സ്പേസ് ബാർ, ഇപ്പം ഞാനിവിടെ കീബോർഡിൽ പോയിട്ടില്ലേക്ക്, അതിന് പകരം നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ പടം മൊത്തത്തിൽ നമുക്കൊരു ആർട്ടിസ്റ്റിൻ്റെ ഫീല് കിട്ടും. മൗസ് ഉപയോഗിക്കുന്ന നമുക്ക് ഒരു ടെക്നിക്കൽ ഫീൽ കിട്ടുമെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം കൊണ്ട് ഒരു ആർട്ടിസ്റ്റിൻ്റെ ഫീൽ കിട്ടും. ഇതിൻ്റെ ബാറ്ററി ഒന്നും വേണ്ട. ഇറ്റ്സ് സോ ഗുഡ്, ഇറ്റ്സ് സോ നൈസ്. ഞാൻ ഇത് വെച്ച് പടമൊന്നും എഡിറ്റ് ചെയ്ത് കാണിക്കുന്നൊന്നുമില്ല. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല. കാരണം ഞാൻ കുറേ തിരക്കിലാണ്. ഇപ്പം ഞാൻ ഇവിടുന്ന് മൂവ് ചെയ്യുന്നതിൻ്റെ ഒരു തിരക്കാണ്. ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോകുക, അതിനെക്കുറിച്ച് വളരെ അടിപൊളി സ്ഥലത്തേക്ക് പോകുക. അപ്പം അതിൻ്റെ കുറേ തിരക്കൊക്കെ ആയതുകൊണ്ട് ഞാനിത് അത്ര പ്രിപ്പയർ ഒന്നും ചെയ്തില്ല.
ചാനൽ ചത്തുപോകണ്ട എന്ന് വിചാരിച്ച് ചെയ്തൊരു വീഡിയോ ഒന്ന് കൂട്ടിയാൽ മതി. എനിവേ, അപ്പം അതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നേരെ ഡാവിഞ്ചി റിസോൾട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, വേർ ഈസ് ഡാവിഞ്ചി? അയ്യോ പോയോ? ഡാവിഞ്ചിയുടെ ഓക്കെ, ഡാവിഞ്ചി റിസോൾട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ പേന ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. ഈ എഡിറ്റ് പേജിൽ ഞാൻ അത്ര അങ്ങ് സെറ്റപ്പായിട്ട് ഉപയോഗിക്കില്ല. പക്ഷേ മൗസിന് പകരം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഹാൻഡിന് പ്രശ്നം വരുമ്പം മൗസ് ഉപയോഗിക്കുന്ന സ്ട്രെയിൻ ആണെങ്കിൽ ഞാൻ ഇതിനെ ഉപയോഗിക്കും. പക്ഷേ എനിക്ക് ഈ ഒരു സാധനം ഉള്ളത് കൊണ്ട് തന്നെ എനിക്കങ്ങനെ അധികം മൗസ് അല്ലേ തന്നെ ഉപകാരം വരുന്നില്ല. പക്ഷേ കളർ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് വളരെ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ആ ഒരു കളർ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ്. കണ്ട, അതുപോലെ തന്നെ നമുക്കൊരു കളറൊക്കെ സെലക്ട് ചെയ്യേണ്ടി വരുമ്പം അങ്ങനെ ഇനിയിപ്പം ബ്രഷ് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ പല സെലക്ഷൻ മെത്തേഡുകളൊക്കെ ഉണ്ടല്ലോ. നമ്മളുടെ മാജിക് മാസ്കിങ്ങിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അതൊക്കെ ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. പ്രീമിയർ പ്രോ ഞാൻ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. ബട്ട് യു ക്യാൻ യൂസ് ഇതെല്ലാത്തിലും ഒരുപോലെ തന്നെ സംഭവിക്കുന്നൊരു കാര്യമാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ വളരെ ബഡ്ജറ്റായിട്ടുള്ളൊരു സാധനം റിസർച്ച് ചെയ്ത് വാങ്ങിച്ചാലും നഷ്ടമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് വർത്തായിരിക്കും, നിങ്ങൾക്ക് എഡിറ്റിംഗ് ഒരു രസമായിട്ട് തോന്നും. മൗസ് ഉപയോഗിച്ച് കളിച്ച് കഴിയുമ്പം ഇത് വളരെ രസമായിട്ട് തോന്നും. പിന്നെ ഇതിൻ്റെ കുറച്ച് പോരായ്മകൾ എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ മോഡലിനുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഡാവിഞ്ചി റിസോൾട്ടിൽ നമുക്ക് ഈ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനുള്ള ഒരു വലിയ ബുദ്ധിമുട്ട് ഞാൻ പലപ്പോഴും കാണാറുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ പോകുന്നുണ്ടോ? ഇത് എനിക്ക് പലപ്പോഴും അതെന്നാ വെച്ചാൽ മൗസ് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ്, നമുക്ക് അത്ര പ്രിസിഷൻ കിട്ടാത്തതുകൊണ്ടാണോ അതോ അങ്ങനെ അത് വരുന്നില്ല. അത് പക്ഷേ എനിക്ക് ലൈറ്റ് റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത്ര ഒരു സീനുണ്ടെന്ന്. നോക്കട്ടെ, ലൈറ്റ് റൂമിൽ കുഴപ്പമില്ല, കണ്ടോ? ലൈറ്റ് റൂമിൽ എനിക്ക് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഡാവിഞ്ചി റിസോൾട്ടിൽ അങ്ങനെ ഒരു പ്രശ്നം ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കോമൺ ആയിട്ടൊരു കംപ്ലീറ്റ് മൗസ് റീപ്ലേസ്മെൻറ്റ് നമുക്ക് ബാക്കിയുള്ള ഭാഗത്തൊന്നും നടത്താൻ പറ്റില്ല കേട്ടോ. അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. കാരണം നമ്മൾ കോമൺ ഇൻ്റർഫേസിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ബട്ട് സ്റ്റിൽ കൈക്ക് നല്ല വേദന വരുന്ന സമയങ്ങളിൽ ഞാൻ ഈ സാധനം നന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഫോട്ടോഷോപ്പിൽ എങ്ങനെ ഇതിൻ്റെ ഉപകാരം എന്നറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പിക്സംപെർഫെക്റ്റിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കിയാലേ. സോ ദാറ്റ്സ് ഇറ്റ്. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ഫോർ നൗ.